ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജാണ്. അതായത് ഏഞ്ചൽ മെസ്സേജ് ഫോർ യു. ഏഞ്ചൽസിന് ഈ സമയം നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്, ലൈഫിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത്, ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, എന്താണ് നിങ്ങളുടെ അടുത്ത് ഏഞ്ചൽസിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. പൈൽസ് ഒന്നും വെച്ചിട്ടില്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ട് നിങ്ങൾ കൂട്ടുക. കൂടുതലധികം ആൾക്കാർക്ക് റീസണേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നോക്കാം. ഒരു ജനറൽ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൈൽസ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് റീസണേറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലിട്ടൊന്ന് ആലോചിക്കുക, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഏഞ്ചൽസ് കാർഡ് വന്നു കഴിഞ്ഞു. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് എന്താണ് പറയാനുള്ളത് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന കുറേ അധികം പേര് മിക്കവാറും ഒരു ഡിപ്രഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങളുടെ കീഴിലോ കുറേ അധികം ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശപ്പെട്ടൊരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഹോൾ ബോഡി ഫുൾ മാനസികപരമായിട്ട് ടെൻഷൻ അടിച്ച്, മെൻ്റലി സൈക്കിക്കലി ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ച്, എനർജി ഭയങ്കരമായിട്ട് ലോസ് ചെയ്യുന്ന കുറേ അധികം ആൾക്കാർ എനിക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് ഭയങ്കരമായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു സമയം എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ടതിനൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, ബ്ലെസ്സിങ്സ്, വരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ എന്താണോ, അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള കുറേ അധികം ടൈം, നിങ്ങളുടേതായ ടൈം നിങ്ങൾക്ക് വരണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ടൈം എടുക്കുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. കുറച്ചും കൂടെയൊക്കെ ടൈം നിങ്ങളൊന്ന് സ്പെൻഡ്, കാരണം സ്പിരിച്വാലിറ്റിയിലുള്ള കുറേ അധികം ആൾക്കാരുണ്ടാകും, കുറേ അധികം കഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ, ഫിനാൻഷ്യലി കുറേ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ലവ് പരമായിട്ടുള്ള സിറ്റുവേഷനിൽ കുറേ അധികം പ്രശ്നങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന കുറേ അധികം വ്യക്തികളുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായ സമയം കുറച്ചും കൂടെ ടൈം നിങ്ങൾ ഒരു 60%, 70%-ഓളം നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ കുറേ അധികം ഡിപ്രഷൻ, കുറേ അധികം പ്രശ്നങ്ങൾ കഴിഞ്ഞു. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയം വരുന്നത്. മിക്കവാറും നിങ്ങൾ വിദേശത്ത് പോകാൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, പഠിക്കാൻ വേണ്ടി വെളിയിലോട്ട് പോകാൻ നിൽക്കുന്ന, ഹസ്ബൻഡ് വെളിയിലോട്ട് പോകാൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുറത്ത് ടൂറിന് പോകാൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, മേ ബി ഫെസ്റ്റിവലിന് പോകാൻ നിൽക്കുന്ന വ്യക്തികൾ, എന്തൊക്കെയോ പരിപാടി, നിങ്ങൾ എവിടെയൊക്കെ പോകാൻ പോകുന്നു, യാത്ര ചെയ്യാൻ വേണ്ടി കുറേ അധികം വ്യക്തികൾ, കുറേ അധികം ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുറേ അധികം വ്യക്തികൾ എനിക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം വ്യക്തികൾ യാത്ര ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾ ഹെൽത്ത് ഭയങ്കരമായിട്ടും മോശപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഭയങ്കരമായിട്ടും ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നോക്കണം. സൈക്കിക് കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആക്കാൻ വേണ്ടി നോക്കണം. അതാണ് പറയാനുള്ളത്. അടുത്തത് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ബ്രില്യൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ സോളാണ് നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സോൾ വന്ന് നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണക്കാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളടുത്ത് ഒന്ന് സംസാരിക്കുന്നതായിട്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നെഗറ്റീവായിട്ട് തോന്നുന്നത്, എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട്, കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, കുറേ അധികം ആൾക്കാർക്ക് കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, അത് കാർമിക് ഹീൽ ചെയ്ത് കളയുക, നെഗറ്റിവിറ്റി ഹീൽ ചെയ്ത് കളയുക. ഹീലിംഗ് പ്രോസസ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക. മേ ബി നിങ്ങൾ സ്പിരിച്വാലിറ്റി ലൈഫിലോട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക. ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ ഹീൽ ചെയ്ത് കളയുക. നിങ്ങൾക്ക് വേണ്ടാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കുറേ അധികം നെഗറ്റീവ്, ഈ വ്യക്തികൾ തന്നെയാണ് നിങ്ങളടുത്ത് പിന്നെയും വന്ന് നെഗറ്റീവ്സ് തന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് പറയുന്നത്. മാനസികപരമായിട്ടും ഇത്രയും ഡിപ്രഷൻ അടിച്ച് മാനസികപരമായിട്ടും ഇത്രയും താങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ലെറ്റ് ഗോ ചെയ്ത് കളയൂ എന്നാണ് നിങ്ങളടുത്ത് ഡിവൈൻലി നിങ്ങൾ കണക്ട് ചെയ്ത് പറയുന്ന ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും ഡിപ്രഷൻ എടുത്ത് തലവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും നിങ്ങൾക്ക് പിന്നെയും ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും സൈക്കിക് അറ്റാക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്ത് കളയാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നത് അവരെയൊക്കെ ലെറ്റ് ഗോ ചെയ്ത് കളയാനാണ് പറയുന്നത്. റിക്കവർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ നെഗറ്റീവ് എനർജിയൊക്കെ റിക്കവർ ചെയ്ത് പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് കണക്ക് തന്നെ കുറേ അധികം ആൾക്കാർ കല്യാണം കഴിക്കുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വേറെ നാട്ടിലോട്ട്, അത് മേ ബി ലണ്ടൻ, ഓസ്ട്രേലിയ, വേറെ രാജ്യത്തിലോട്ട് പോകുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു, കാരണം ഈ ഒരു സമയത്ത് എനിക്ക് ഇതൊരു കാർഡ് എനിക്ക് പറയുന്നത്, കാരണം കുറേയധികം പ്രശ്നങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന കുറേയധികം വ്യക്തികളെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം അതാണ് ഞാൻ ഈ ഒരു ജനറൽ റീഡിങ് ഏഞ്ചൽ മെസ്സേജ് ഇടാൻ വേണ്ടി കാരണം. അപ്പോൾ ഇതാണ് നിങ്ങളടുത്ത് ഏഞ്ചൽസിന് പറയാനുള്ളത്, യൂണിവേഴ്സിൽ നിങ്ങളടുത്ത് പറയാനുള്ളത് ഇതൊക്കെയാണ്. അപ്പം ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.